was a dream at first. I got lost in your world, in your universe. I never thought our love would ever end. I messed up, made it worse, pushed you away. All that fighting and pain till you left one day. Wish I could take back all those things I said. I can't deny that I miss you, and I know that you miss me too. So let's get over our issues and go back to me plus you. I know that things were ആളിപ്പുറത്ത് ചേട്ടാ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും ഇതിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 ആളുകൾ കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. I'm a wreck when I see your face, and I know that you're feeling exactly the same. Let's stop pretending we should stay apart. Try to meet someone new, but they can't compare. And I know that I'm being a bit unfair, but you're the only one that's in my heart. I can't deny that I miss you, and I know that you miss me too.
satellite. It's miscommunication. Said that I'm fine. All that's imagination. I'll play you this tune. Maybe I can get you over the moon and sing. You make me feel like the ocean tide. Even when we fall through, I know we can rise. Feel like I'm on this roller coaster ride. I realize it, I can see it in your eyes. Hit this hazy night sky. Like two raindrops we glide and flow. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഏറ്റവും കൃത്യമായി ഇന്നത്തെ തിരുക്രമങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കീഴ്പള്ളി ഇടവകയിൽ നിന്നുമാണ് നിധിയെയും കുടുംബാംഗങ്ങളും എത്തിയിരിക്കുന്നത്. നമ്മുടെ ഇടവകയിലെ സെക്രട്ടറിയിൽ ജെൻസിയെയും ചേച്ചികളെയും മകനായ ജസ്റ്റിനും കീഴ്പള്ളി ഇടവകയിൽ നിന്നും എത്തിയിരിക്കുന്ന നിധിയെയും ഇന്ന് പരസ്പരം ബന്ധിതരാകുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബന്ധുമിത്രാദികളും കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും കൃത്യമായി സ്വാഗതം. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുക്രമങ്ങൾ ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് സ്നേഹ ബഹുമാനപ്പെട്ട ആന്റണി ആനക്കരലച്ചൻ അച്ഛൻ ഇരിട്ടി പള്ളിയുടെ വികാരിയച്ഛനാണ്. ആലക്കോട് പ്രോഗ്രാം ദേവാലയത്തിൽ നിർമ്മാണമൊക്കെ കഴിഞ്ഞ് ഇരട്ടിയിരുത്തി ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഒന്നിച്ച് സെമിനാരികളിൽ പഠിച്ചവരാണ്. അതോടൊപ്പം അച്ഛൻ്റെ കൊച്ചച്ഛൻ പ്രിയപ്പെട്ട ഇവിടെയുള്ള എന്ന സഭാംഗമാണ്. എൻ്റെ പള്ളിയിൽ അസന്ധിയായിട്ട് സേവനം ചെയ്യുന്നു. കൂടാതെ ചെമ്പമ്പള്ളിയുടെ വികാരിയച്ഛനായ സന്തോഷ് നെടുങ്ങാട്ടച്ഛനും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട 3 വൈദികരെയും അതോടൊപ്പം ഗായക സംഘം ബെഞ്ചിനും ടീമംഗങ്ങളും ഇവിടെയുണ്ട്. അവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഈ തിരുക്രമങ്ങളിൽ ഏറ്റവും അധികം ഭക്തിയോടെ പങ്കെടുത്ത് ഈ മക്കൾക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടെയായിരിക്കും. പരിശുദ്ധനീ പരിശുദ്ധ
അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശയോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പ്രതിഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്യമുളകൾ പോലെയുമായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുപോലെ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ കഴിയാത്തതുമായി എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൊണ്ട് ചൂട് നിൽക്കുന്ന സമയം ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവിന്റെ പരിശുദ്ധാനുഭവമായ സർവേശ്വരായ നീക്കും. മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി
പ്രതീക്ഷയും കാര്യമാക്കേണ്ടതില്ല. ഇങ്ങനെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ അവരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ ഖാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ ഖാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അച്ഛന്മാരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഇന്ന് വിവാഹിതരാകുന്ന ജസ്റ്റിൻ, നിധീന, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ജസ്റ്റിനും നിധീനയ്ക്കും കുടുംബ ജീവിതത്തിൻ്റെ, വിവാഹ ജീവിതത്തിൻ്റെ 1000 മംഗളങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുകയാണ്. വളരെ നാളുകളായി പ്രാർത്ഥിച്ചും ഒരുങ്ങിയും ഈ മക്കൾ 2 പേരും ഇന്ന് ഈ തീർത്ഥാടന ദേവാലയത്തിൽ വച്ച് പരസ്പരം ബന്ധിതരായി പുതിയ ഒരു കുടുംബത്തിന് രൂപം നൽകി അവരുടെ പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. ജസ്റ്റിൻ നമ്മുടെ ഇടവകയിലെ ചെറുകൻകുവേലിൽ കുടുംബത്തിൽ പിറന്നു. നിധീന കീഴ്പിള്ളയിലെ മറ്റൊരു കുടുംബത്തിൽ പിറന്നു. അവർ വളർന്ന വലുതായി വിവാഹപ്രായമെത്തി അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ആലോചിച്ച് തീരുമാനിച്ച് ഈ മംഗള മുഹൂർത്തത്തിനായി നമ്മളെല്ലാവരും കാത്തിരിക്കുകയായി. ഈ വലിയ സന്തോഷത്തിന് നമ്മളെല്ലാവരും പങ്കുചേരുന്നു. ഇവരെ അഭിനന്ദിക്കുന്നവർക്ക് ആശംസകൾ നേരുന്നു. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ ലോകത്തെ മുൻപോട്ട് നയിക്കുന്നത് ഈ കുടുംബങ്ങളാണ്. ഓരോ കുടുംബത്തിലും ഉണ്ടാകുന്ന നല്ല മക്കളാണ് ഈ ലോകത്തിൻ്റെ നേതാക്കന്മാരായും
ഭരണകർത്താക്കളായും അല്ലെങ്കിൽ സഭയെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ഒക്കെ നയിക്കേണ്ടവരായിട്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് ഓരോ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടതാകണം. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും അതോടൊപ്പം ഉണ്ണീശോ വന്നു പറന്ന ആ കുടുംബത്തെ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരണം. അപ്പോഴാണ് ആ കുടുംബങ്ങളെല്ലാം തിരുക്കുടുംബങ്ങളായിട്ട് മാറുക, നല്ല കുടുംബങ്ങളായിട്ട് മാറുക. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുക, പരിശുദ്ധ അമ്മ ഈശോയോടൊപ്പം ഖാനായിലെ കല്യാണ വിരുന്നിലായിരിക്കുകയും ആ കുടുംബത്തിന്റെ ആവശ്യത്തിൽ പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാവുകയും അവരുടെ ജീവിതത്തിലെ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, ദാരിദ്ര്യ അവസ്ഥ വീഞ്ഞു തീർന്നു പോകുന്നു. വിവാഹ വിരുന്നില് അവിടെ അമ്മയുടെ മഹനീയ സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും വിവാഹിതരായവരാണ്, കുടുംബജീവിതം നയിക്കുന്നവരാണ്. നിങ്ങൾക്കൊക്കെ കുടുംബജീവിതത്തിന്റെ മാഹാത്മ്യവും മഹത്വവും മാധുര്യവും ഒക്കെ അറിയാവുന്നവരാണ്. തീർച്ചയായും കുടുംബം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ മഹത്തായ ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ മഹത്തായ ഒരു കൂട്ടായ്മയാണ്. അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് സ്നേഹത്തില് മാതൃകാപരമായ കുടുംബങ്ങൾ ഒത്തിരിയേറെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനെയുള്ള കുടുംബങ്ങളാണ് യേശുവിൻ്റെ കാലം അല്ലെങ്കിൽ അതിനു മുൻപുള്ള കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള ഈ മനുഷ്യ ചരിത്രത്തെ ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തെ മുൻപോട്ട് നയിക്കുന്നത്. ചെറുക്കക്കവരിൽ കുടുംബം പേരാവരുടെ വകയിലെ വലിയൊരു കുടുംബമാണ്. ഇവരുടെ മാതാപിതാക്കൾ, ജെയിംസ് ചേട്ടൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞതിന് മുൻപത്തെ വർഷം മരിച്ചതേയുള്ളൂ. അവർ രണ്ടുപേരും നല്ല മാതാപിതാക്കളായിരുന്നത് കൊണ്ട് രണ്ടുപേരും അടുത്തടുത്ത നാളുകളിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവരുടെ മക്കളായി ഇടവകയിൽ വിവിധ സ്ഥലങ്ങളിൽ കുടുംബങ്ങളായി ജീവിക്കുന്നു. ജെയിംസ് ചേട്ടൻ ഒത്തിരി താല്പര്യത്തോടെ എന്നോട് പറഞ്ഞു, അച്ഛൻ തന്നെ ഈ വിവാഹം കെട്ടിക്കുവാനായിട്ട് വരണം. സാധാരണഗതിയിൽ ഞാൻ ഈ ഇടവകയിലെ വിവാഹങ്ങൾ കെട്ടിക്കാനായിട്ട് അവസരം കിട്ടാനുള്ള കാരണം മിക്കവാറും കുടുംബങ്ങളുടെ ബന്ധുക്കളോ അച്ഛന്മാര് സുഹൃത്തുക്കളോ ഒക്കെ ഇടവകയിലേക്ക് കടന്നു വരുമ്പോൾ അവരാണ് ഈ കർമ്മങ്ങൾ നിർവഹിക്കാറുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട ആനക്കല്ലച്ഛൻ സന്തോഷത്തോടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലുണ്ട്. അച്ഛൻ പറഞ്ഞു, അച്ഛൻ കെട്ടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ തിരുക്കർമ്മത്തിന് ഇവിടെ ആയിരിക്കുക. അപ്പോൾ ചെറുകൽക്കുവേലിൽ കുടുംബം ഈ ഇടവകയ്ക്ക് പേരാവരുടെ ഇടവകയ്ക്ക് ആദ്യകാലങ്ങൾ മുതൽ ഒത്തിരിയേറെ സേവനങ്ങൾ നന്മകൾ ചെയ്തിട്ടുണ്ട്. ഈ ഇടവകയുടെ നാനാവിധത്തിലുള്ള നാനാവിധത്തിലുള്ള വളർച്ചയ്ക്കായിട്ട് എപ്പോഴും മുൻപന്തിയിലുണ്ടാകും. ഏതെങ്കിലും കാര്യങ്ങളിൽ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി വരാനും സഹായിക്കാനും ഈ കുടുംബത്തിലെ ഓരോ വ്യക്തികളുമുണ്ട്. പ്രത്യേകിച്ച് ജെയിംസിയുണ്ട്, ചേച്ചിയുണ്ട്. ഇവരുടെ വിലയേറിയ പ്രാർത്ഥനകളും സഹായവും സഹകരണവും നമ്മുടെ പേരാവരുടെ ഇടവകയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ടാണ്. ഇപ്പോൾ തീർച്ചയായും ജസ്റ്റിനും നിധിയിലേക്കും അഭിമാനിക്കാം. ഈ ഇവരുടെയൊക്കെ മാതാപിതാക്കളുടെ വലിയ പാരമ്പര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടിയൊക്കെ അവർ ചെയ്ത മഹത്തായ കാര്യങ്ങൾ ഈ മക്കൾക്ക് അഭിമാനത്തോടെ ഇന്നത്തെ വിവാഹാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ, ഇവരെയൊക്കെ പോലെ നല്ല കുടുംബങ്ങളായി നല്ല വ്യക്തികളായി വളർന്നു വരാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഓരോ വ്യക്തികളെയും അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളായാലും അല്ലെങ്കിൽ ഈ ലോകത്തിലെ മുതിർന്ന വ്യക്തികളായാലും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർ ഈ നാടിന്, സമൂഹത്തിന്, കുടുംബത്തിന്, മറ്റു വ്യക്തികൾക്ക് എന്ത് ചെയ്തു, അവരുടെ ഭൗതിക ജീവിത കാലഘട്ടങ്ങളിൽ എന്ത് സേവനം, എന്ത് നന്മ ചെയ്തു എന്നതിനനുസരിച്ച്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് കുടുംബജീവിതം നയിക്കുന്ന നിങ്ങളോടും ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്ന ജസ്റ്റിനോടും നിധീനയോടും പറയാനുള്ളത്, അവർ പരസ്പരം സ്നേഹിക്കണം. ത്യാഗപൂർണമായ സ്നേഹം പരസ്പരം പങ്കുവെച്ചുകൊണ്ട്, പിടിച്ചു വെച്ചുകൊണ്ടല്ല, ഒരു കച്ചവടം പോലെ വാങ്ങലും കൊടുക്കലും പോലെയല്ല, നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ തങ്ങളെ പരസ്പരം ജസ്റ്റിന് നിധീനയ്ക്കും നിധീനയെ ജസ്റ്റിനും കൊടുക്കുവാൻ അവർ തയ്യാറാകണം. അതോടൊപ്പം സമൂഹത്തോടും കുടുംബത്തോടും മറ്റു വ്യക്തികളോടും നമ്മൾ ഇടപെടുന്ന എല്ലാവരോടും സ്നേഹപൂർവമായി, അവതാരപൂർവമായി, സേവനപൂർണമായ ഒരു ജീവിതം നയിക്കുക. അതാണ് ലോകത്തിൽ മനുഷ്യരെ വലിയവരാക്കി തീർക്കുക. പരസ്പരം സ്നേഹിക്കാനും കൂട്ടായ്മയിൽ ജീവിക്കാനും
നാടിനും സമൂഹത്തിനും മറ്റുള്ളവർക്കും നന്മ ചെയ്യാനുമുള്ള വിശാലമായ മനോഭാവം, സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും മനോഭാവം അത് ഈ മക്കൾക്കുണ്ടാകുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ കുടുംബജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട്. നല്ല മക്കളുണ്ടാകണം, ധാരാളം കുഞ്ഞുങ്ങളുണ്ടാകണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയൊക്കെ എണ്ണം കുറഞ്ഞു വരികയും അപ്പോൾ നല്ല കുടുംബങ്ങളിൽ, നല്ല ദമ്പതികളിൽ നിന്ന്, നല്ല മാതാപിതാക്കളിൽ നിന്ന് കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകണം. അവർ ദൈവത്തിൻ്റെ നല്ല മക്കളായിട്ട് വളർന്നു വരണം. അപ്പോൾ നമ്മുടെ സമൂഹത്തിനും കെട്ടുറപ്പുണ്ടാകും, ശക്തിയുണ്ടാകും. അതിന് ജസ്റ്റിനും നിധീനിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും ഒക്കെ നാമത്തിൽ ജസ്റ്റിനും നിധീനിക്കും വിവാഹ ജീവിതത്തിൻ്റെ 1000 മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇവരുടെ നന്മ, ഇവരുടെ സ്നേഹം അത് മറ്റുള്ളവർക്ക് അനുകരണീയമായിട്ട് തീരട്ടെ. ഇവരെവിടെയായിരുന്നാലും, ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആയിരിക്കാം, എവിടെയായിരുന്നാലും എല്ലാവരോടും സ്നേഹത്തിലും കൂട്ടായ്മയിലും സഹകരണത്തിലുമൊക്കെ ജീവിക്കാൻ, എല്ലാവർക്കും നന്മ ചെയ്യാൻ, പരസ്പരം സ്നേഹിക്കാൻ ഒരു മാതൃകാ കുടുംബമായി മറ്റുള്ളവരെ കൊണ്ട് പറയിക്കത്തക്ക വിധം ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവിനോടും പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും മാലാഖമാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തെ, ഈ പുതിയ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള തിരുക്കടമങ്ങളിൽ നമുക്ക് പങ്കാളികളാകാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവനർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയവിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായേ, നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെപ്പറ്റി പഠിപ്പിച്ച മിശിഹായേ, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടെ സന്തോഷപ്രദവും സുഹൃതമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ നാരായണ കല്യാണങ്ങളിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ പൊതുപരമായി അനുഗ്രഹിച്ച മിശിഹായേ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാ നിരതനായി ജീവിക്കുവാൻ നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും വിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. പ്രിയ സഹോദരനെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മിശിഹായുടെ ദൈവവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നിധിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ?
ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുതലമായിരിക്കുന്ന പരീക്ഷ ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ നിശ്ചലവസ്തുതാൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ പ്രതിമാനെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ
നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Home, where my heart is full. Oh, where I don't feel away or cold. I see the color through their eyes. The joy of little things in life. I can't fight up in the sky. The joy of little things in life. Wondering why it all feels right. Waking up to tea in my bed. Wondering why no troubles inside. Everything's at ease instead. Wondering why time can fly, no matter how long it be. Wondering why we're in paradise, no other place so happy. I see the color through their eyes. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലുതേ നീക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് ഇവരെയും കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ കൃത്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് പരിപാലനിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെയും തിരുക്കുടുംബത്തിലെ നായകനായ യോസേഫിന്റെയും മധ്യസ്ഥവും ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥനായ എന്നേക്കും. Please.
ദൈവം തുണയരുളിയിടട്ടെ. I need another paradise. Cause 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 I need another முடிச்சு பையன் வந்தாச்சு. பூவை தொடுத்து சேல மடிச்சு பொண்ணு வந்தாச்சு. கண்டத பேசி டைம் வேஸ்ட் பண்ணாத பையன் தங்கம் மிஸ் பண்ணாத. சாரே சாரு யாரு கால பிரபு தோய் அள்ளி அள்ளி கொடுத்து கால பிரபு தோய். சாரே சாரு யாரு கால பிரபு தோய் அள்ளி அள்ளி கொடுத்து கால பிரபு தோய். வாக்கு வெத்தல மாத்தி முடிச்சு பையன் வந்தாச்சு.
வந்தாச்சு பூவை தொடுத்து சேலம் அடிச்சு பொண்ணு வந்தாச்சு பிபி ஆட்டம் போட நேரம் வந்தாச்சு அன்ப கொடுக்க ஆளு கிடைச்சாச்சு சாரு சாரு யாரு தாராள பிரபு டோய் அள்ளி அள்ளி கொடுக்கும் தாராள பிரபு டோய் சாரு சாரு யாரு தாராள பிரபு டோய் அள்ளி அள்ளி கொடுக்கும் தாராள பிரபு டோய் பாக்கு வெத்தல மாத்தி முடிச்சு பையன் வந்தாச்சு பூவை தொடுத்து சேலம் அடிச்சு பொண்ணு வந்தாச்சு When you smile, you make me stronger. Wherever you go, you feel me next to you. And in my arms, I make you feel stronger. I close my eye, to feel. You make me stronger. Every night I want you. Tonight I feel heartless. I won't give up on you. You make me stronger. Every night I want you. Tonight I feel heartless. അധികം അങ്ങോട്ട് ലാഗ് അടിക്കാണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ മെയിൻ ഗസ്റ്റ് ഇന്നത്തെ മെയിൻ ഗസ്റ്റിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഫസ്റ്റ്ലി our groom Justin James. Justin gained his bachelor's degree in mechanical engineering from Amal-Jyoti College of Engineering and Technology, Kangrapalli, Kottayam. He pursued his master's degree in quality engineering and management from Lambton College of Applied Sciences and Technology from Toronto, Ontario, Canada. Post completion of his studies, he started work as quality assurance engineer in Canadian-based manufacturing company, namely Active Exhaust Corporation in Toronto, Canada. Let's welcome the groom on stage. Please give a big round of applause. Next up, we have our bride, Midina. She has completed her bachelor's in information technology engineering from CUSAT and is currently working as a software engineer in Infopark, Kochi. Please welcome our bride, everyone. Please give a big round of applause. A beautiful bride. Marriage is a union of not just two people but of two families. അപ്പം bride and groom ഇവിടെ എത്തിയ സ്ഥിതിക്ക് next up നമുക്ക് നമ്മുടെ family members-നെയാണ് invite ചെയ്യേണ്ടത്. Firstly, let's welcome the groom's parents. Justin James' father, James KP, hailing from Chirikil Kovilil family, popularly known as the Bayangarammar, is rooted in Angamali, Ernakulam. He is a successful businessman. Let's welcome James on stage. ഞങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം ജെയിംസ് സാബനാണ്. എല്ലാവരും നല്ലോണം കൈയടിച്ചേ.
നെക്സ്റ്റ് അപ്പ് ജസ്റ്റിൻസ് മദർ ആണ്, ഫിലോമിന ജെയിംസ്, ഹെയിലിംഗ് ഫ്രം മൈലാഡിയിൽ ഫാമിലി, റൂട്ടഡ് ഇൻ പാല, കോട്ടയം. ഷീസ് എ ഹോം മേക്കർ. അങ്ങനെ ഇവിടെയുള്ള 3 ചേട്ടായിമാരെ നല്ല അടിപൊളിയായി ഇങ്ങനെ വളർത്തിയെടുത്ത ആന്റിയാണ്. Let's give a big round of applause for our auntie, Philomena auntie. നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡിന്റെ ബ്യൂട്ടിഫുൾ മദർ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്, Mercy auntie, Mercy Joseph. She is also a homemaker. Let's welcome the mother of the bride, Mercy auntie. അടുത്തതായിട്ട് സിബ്ലിങ്സ് ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജസ്നേടയ്ക്ക് 2 elder brothers ആണ് ഉള്ളത്. Both of them completely settled with their families. So first of all, Justin's elder brother, Jijo James, is working as a sales manager in Al Shaya Advertising Company in Kuwait. Jijo is married to Minta Jacob, who is employed as a registered nurse in the Ministry of Health, Kuwait. Their daughters are Marin Maria Jijo and Irene Jijo. 2 പേർക്കും ഈ കൊറോണയുടെ സാഹചര്യങ്ങൾ കാരണം ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല ഫിസിക്കലി, പക്ഷെ അവർ മെന്റലിയും പ്രാർത്ഥനകളിലൂടെയും ഇപ്പൊ ഇവിടെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. So maybe let's give a big round of applause for the whole family, Jijo Chetta and their family who couldn't be here. Next up, Jasneda's second brother ആണ് Jindo James. He is working in an Irish-based dairy products company in Ireland. Jindo James is married to Sneha Jindo, who is currently working as a registered nurse in Ireland. They have a daughter named Kylan Mary. Let's welcome the whole family on stage. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. സോ ഇപ്പം നമ്മുടെ ഗ്രൂമിന് 2 elder brothers എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രൈഡിനും 2 elder sisters ആണ് കട്ടയ്ക്ക് നിൽക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് വെൽക്കം ദ എൽഡസ്റ്റ് സിസ്റ്റർ ഓഫ് ദ ബ്രൈഡ്, Neetu, and brother-in-law Sanil M. Matthew. Both of them are IT professionals and are currently working in Saudi Arabia. And also their sons, Mathukutti and Josuti. Let's welcome the whole family on stage. എല്ലാവരും ഒന്നാണ് കൈയടിച്ചേ. പരിപാടി തുടങ്ങിയല്ലേ ഉള്ളൂ. അടുത്ത സിസ്റ്റർ ആണ്, the second sister, Neenu, and brother-in-law Robin Joseph. Both are master's degree holders in literature, and Robin is currently working as a promo producer and writer in Media One. Let's welcome both of them on stage. Now that നമുക്ക് നമ്മുടെ whole family, നമ്മുടെ ബ്രൈഡിനും ഗ്രൂമിനും സ്ട്രെങ്ത് ആയിട്ട് നിൽക്കാൻ പോകുന്ന ഫുൾ ഫാമിലി ഇപ്പോൾ ഇവിടെ സ്റ്റേജിലുണ്ട്. കർത്താവ് പറഞ്ഞ പോലെ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് സോൾട്ട് ഓഫ് ദ ലൈഫ് എന്ന് പറഞ്ഞ പോലെ നമ്മളങ്ങനെ ലാമ്പ് കത്തിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ലെറ്റ് ലൈറ്റ് ഫിൽ ബോത്ത് ഓഫ് യുവർ ലൈഫ്സ് ആസ് യു സ്റ്റാർട്ട് യുവർ ജേർണി ടുഗെദർ. സോ നെക്സ്റ്റ് അപ്പ് ഈ ഒരു ജേർണി അഗൈൻ ലൈറ്റായി ബ്രൈറ്റായി ഇനി മുന്നോട്ട് സ്വീറ്റായി പോകാനായിട്ടാണ് നമ്മൾ മധുരമെപ്പ് ചടങ്ങിലോട്ട് മൂവ് ഓൺ ചെയ്യുന്നത്. സോ മധുരമെപ്പ് ചടങ്ങിലോട്ട് നമുക്ക് കിടക്കാം. So firstly, bride and groom and the parents. പെണ്ണിനും ചെറുക്കനും മധുരം വെക്കട്ടെ. ജസ്റ്റിനും നിതിനയ്ക്കും മധുരം വെക്കട്ടെ. ചോദിച്ചിട്ട് നിങ്ങൾ കേട്ടില്ല അല്ലേ? എന്നാ ഞാൻ 3ാമത്തെ തവണ ചോദിക്കുവാണേ, ജസ്റ്റിനും ഇതിനൊക്കെ മധുരം വെക്കട്ടെ.
വൈൻ കൊടുത്ത് അടുത്ത റൗണ്ട് ഓഫ് മധുരം വെപ്പാണ്. വൈൻ എന്ന് പറയുന്നത് the longer it lasts, the more stronger it is. So ഇതാണ് നിങ്ങളുടെ മാരേജ് ലൈഫിലും നമ്മൾ ഡെപിക്ട് ചെയ്യുന്നത്. ഇയേഴ്സ് പോകുന്നതിനനുസരിച്ച് the stronger and stronger the bond between both of you gets. So ചേട്ടനും ചേച്ചി രണ്ടുപേർക്കും വൈൻ ഒഴിച്ച് നമുക്ക് മധുരം വെപ്പ് കണ്ടിന്യൂ ചെയ്യാം.
കണ്ടെന്നുള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ട്. ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാന. മെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. തകിലടിയോ നിറപൊലിയോ മധുരവിടെ വിളിയലിയോ നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ, നമ്മുടെ ചെക്കന്റെ കല്യാണം കെടുവാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണെടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. ചെക്കന് പെണ്ണും ടെൻഷൻ അടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം. നമ്മുടെ പെണ്ണിന്റെ നമ്മുടെ ചെക്കന്റെ പെണ്ണിന്റെ ചെക്കന്റെ പെണ്ണിന്റെ ചെക്കന്റെ നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ, നമ്മുടെ ചെക്കന്റെ കല്യാണം കെടുവാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ, നമ്മുടെ ചെക്കന്റെ കല്യാണം കെടുവാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമിന്നുള്ളില് വന്ന് നീയാം കടല് പ്രിയനേ, നീയാം കടല്. വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് കാറ്റുപോലെ വട്ടം വെച്ച് കണ്ണിടയിൽ മുത്തം വെച്ച് ശ്വാസമാകെ തീ നിറച്ച് നീ എന്ന രുഹ രുഹ. ഞാവൽ പഴക്കണ്ണിമയ്ക്കുന്നേ മൈലാഞ്ചിക്കാട്, അത്തറിന്റെ കുപ്പി തുറന്ന് മുല്ല ബസാറ്. ധിക്കരമൂളണ തത്തകളുണ്ട്, മുത്തുകളായവ ചൊല്ലണതെന്ത്? ഉത്തരമുണ്ട് ഒത്തിരിയുണ്ട്, പ്രേമത്തിൻ തുണ്ട് പ്രിയനേ, പ്രേമത്തിൻ തുണ്ട്. खुशियाँ मना
തുറച്ചൊന്നു കാണാൻ കൊതിക്കണ കടക്കണ്ണ്, പെണ്ണിൻ മയ്യിട്ട കള്ളക്കണ്ണ്. മാനസമൈനയെ മനസ്സിന് നിറച്ച് മയങ്ങണ മണവാളൻ. പുഞ്ചിരി നിറയെ പൂവമ്പ്, നിൻ കൽവിൽ നിറയെ കുളിരമ്പ്, അടക്കം പറയണ പൂങ്കാറ്റിൽ നല്ല അത്തറ മണക്കണ കല്യാണം. ഇന്നാണല്ലോ കല്യാണം. റംസാൻ നിലാവത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ. കിങ്ങിണിത്തുമ്പിയെ പിടിക്കണ പ്രായം കഴിഞ്ഞടി കുട്ടിക്കുരുവി, പ്രായം കഴിഞ്ഞടി ചിട്ടിക്കുരുവി. പൊട്ടാസ് പൊട്ടിച്ച് നടന്നൊരു കാലം കഴിഞ്ഞടി മോഹബത്തിൻ കണ്ണേ. ഇന്നിനി രാവിൻ മണിയറയിൽ അമ്പിളി വാമൻ വരുമല്ലോ, അറബിക്കഥയുടെ മഞ്ചലിലേറി രാജകുമാരൻ വരുമല്ലോ. ഇന്നാണല്ലോ കല്യാണം. റംസാൻ നിലാവത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ. തങ്കക്കിനാവിന്റെ കസവല്ലേ, കല്യാണ പെണ്ണല്ലേ. ഏഴാം കടലിന്റെ അക്കരെ നിന്ന് വന്നേ പെണ്ണെ പൂവാരം. റംസാൻ നിലാവത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ.
ദിവസം അങ്ങേ സന്നിധിയിൽ അങ്ങയുടെ രംഗത്തെ വിവാഹിതരായ ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് സർവസ്നായുള്ള പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുസഹോദര പല ഭൂമിയിലും ആകണമേ. നഷ്ടീത മാതാവേ, ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. നല്ല നടന്ന മറിയമേ, സിസ്റ്റേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസ പ്രമാണം. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ കനികാമറിയുന്ന പന്തിയോസിന്റെ കാലത്ത് വീടുകളിൽ വെച്ച് പുരുഷകർക്കപ്പെട്ട് മത്സരപ്പെട്ട് പാതാളമിറങ്ങി മത്സരത്തിൽ നാളുകൾക്ക് സുരക്ഷിതമായ പ്രത്യേകതയുമേ ഇവരെല്ലാം അങ്ങേതിരോട് സർവ്വസ്വം പരിശുദ്ധാത്മായ സർവേശ്വര എന്നേക്കും. കുടുംബത്തെക്കുറിച്ച് എനിക്കറിയാം. ജെയിംസ് ചേട്ടന്റെ കണ്ണ് നിറയുന്നു. ജിജോ ഇവിടെ ഇല്ലായിരുന്നത് കൊണ്ട് അദ്ദേഹം തന്നെ കണ്ണ് നിറയുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടു. ജിജോയ്ക്കും കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു നല്ല കയ്യടി. ഇതുവരെ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ജിജോയും കുടുംബാംഗങ്ങളും ഇതെല്ലാം കാണുന്നുണ്ട്. അവിടെ ഇരുന്ന് ഓരോ നിമിഷവും ഇതെല്ലാം നിരീക്ഷിക്കുകയായിരുന്നു. ജിജോയ്ക്കും അതുപോലെ തന്നെ ജിജോയുടെ അനുജനും കുടുംബാംഗങ്ങളും മാതാപിതാക്കളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കരന്മാരെല്ലാവരും ഇവിടെയുണ്ട്. ഭയങ്കരന്മാരുടെ കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവരെയും ഇത് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി അത്യധ്വാനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഫുഡ് അറേഞ്ച് ചെയ്ത റോബിൻസ് കാറ്ററിംഗ് ഉണ്ട്. ഇന്ന് ഇവിടെ നയനമനോഹരമായ വർണ്ണ ശബളിതമായ, ഇനി മലയാളത്തിൽ വേറെ വാക്കുകളൊക്കെ ഉണ്ടാവും ആയിരിക്കും അല്ലേ, പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത്, ഞാൻ അത് എല്ലാവരും ആസ്വദിക്കുകയായിരുന്നു. കല എന്നുള്ളത് അത് സ്വാതന്ത്ര്യമാണ്. എല്ലാവരും ആസ്വദിച്ചു. ബേബിച്ചൻ ടീമിനെയും ബേബിച്ചൻ ഒരുപക്ഷെ അവർ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുമായിരിക്കും. അവരെല്ലാവരും നമ്മളെ കോളുമേൽ കൊള്ളിക്കുകയായിരുന്നു. നല്ല ഒരു സായസന്ധ്യ നമുക്ക് നൽകിയ പ്രത്യേകിച്ച് വട്ടപ്പാറ കുടുംബത്തിന്റെ ഭാഗ്യമാണ് ഇത് എന്ന് ഞാൻ പറയുന്നത് ഇവരെ കുറിച്ച് കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് മനസ്സിലാക്കിയത് തന്നെയാണ്. മലബാറിന്റെ കുടിയേറ്റ കേന്ദ്രമാണ് പേരാവൂര്. ഈ പേരാവൂരിൽ ഒരു ഊരുണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ നിതിനയുടെ ഒരു ഭാഗ്യമാണ് എന്ന് വളരെ ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഇതൊരു നല്ല നിമിത്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം ഇവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് നല്ല ഒരു കയ്യടിയോടുകൂടി ഈ ഫാമിലിയിലേക്ക് കാലെടുത്ത് വെച്ച നിതിനയ്ക്കും അതുപോലെ നിതിനയെ സ്വന്തമായി സ്വീകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ജസ്റ്റിനും ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് അനുവിന് മറ്റു കൈമാറി. താങ്ക് യു സർ. അപ്പം ഇന്നിവിടെ അടുത്തതായിട്ട് നമ്മുടെ ബേബി സാറും ടീമും കൂടെ നടത്തുന്ന ഒരു കലാശക്കൊട്ടാണ്. അപ്പൊ ആരും പോകരുത്. അതും കൂടെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് വേണം പോകാൻ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഡെക്കറേഷൻസും അതേപോലെ ലൈറ്റ്സും സൗണ്ട്സ് ഇതിനൊക്കെ വേണ്ടി ഇവിടെ എല്ലാം ചെയ്ത് എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുന്നു. അതേപോലെ ജോണി സാർ കോർഡിനേറ്റ് ചെയ്ത് എനിക്കൊന്ന് ദിവസങ്ങളായി ഇവിടെ നിന്ന് പരിപാടികളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ജോണി സാറിനും താങ്ക്സ് പറയുന്നു. അപ്പൊ നിങ്ങൾ തുടങ്ങല്ലേ? ഓക്കെ.